തുടങ്ങാണ്. Urine flow impeded voided slowly without force drops vertically എന്നുള്ള പോയിന്റ് ആണ് ഓർത്ത് വെക്കുന്നത്. Is oblique to wait a while before it passes. ഏതാണ് ഡ്രഗ്? എല്ലാവരും പാർട്ടിസിപ്പേഷൻ വേണം. ഞാൻ മാത്രം പറഞ്ഞു പോയാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഇത്. ഹെപ്പാർ സൾഫർ. ആൻസർ തെറ്റായാലും പറഞ്ഞോളൂ കേട്ടോ. നമ്മള് ഹെപ്പാർ സൾഫർ കേട്ടോ ഡോക്ടറെ. ഹെപ്പാർ സൾഫ് ആണ്. അടുത്തത് ബ്ലാഡർ വീക്ക് ഈസ് അണേബിൾ ടു ഫിനിഷ് സീംസ് ആസ് ഇഫ് സം യൂറിൻ ഓൾവേസ് റിമെയിൻസ്. 3 ഡ്രഗ് ഉണ്ട് കേട്ടോ ഇതില്. ഹെപ്പാർ, ഹെപ്പാർ ഉണ്ട്. വേറെയുള്ള 2 ഡ്രഗ് അലുമിനിയം സൈലീഷ്യം ആണ് കേട്ടോ. അൺഎബിൾ ടു ഫിനിഷ്. ബ്രാക്കറ്റിലത് എന്തായാലും ഓർത്ത് വെക്കണം. ബ്രാക്കറ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻസിൽ. അലുമിന സൈലീഷ്യ. അടുത്തത് ഒക്കറിങ് യങ് പേഴ്സൺ എസ്പെഷ്യലി ഗേൾസ് സിമ്പിൾ ആണ്. ഓഫ് ഫുൾ പ്ലത്തോറിക് ഹാബിറ്റ് who led a sedentary life, persons easily affected by atmospheric changes, dark hair and eye, rigid muscular fiber. ഏതാണ്? ഇതൊക്കെ പെട്ടെന്ന് പറയുന്ന ആൻസർ ആണ്. അടുത്തത് റിമൂവ് ഇൻഫ്ലമേറ്ററി പ്രൊഡക്റ്റ് ഇൻ വെയിൻസ് ഓഫ് ലോവർ എക്സ്ട്രിമിറ്റീസ്. ഇൻഫ്ലമേറ്ററി പ്രൊഡക്റ്റ് ഓഫ് വെയിൻസ് ഓഫ് ലോവർ എക്സ്ട്രിമിറ്റീനെ റിമൂവ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? നമ്മൾ ഹെപ്പാർ അല്ല, എക്കോണൈറ്റും അല്ല. ഇത് കൽക്കേരി ആർസ് ആണ് കേട്ടോ. റിമൂവ്സ് ഇൻഫ്ലമേറ്ററി പ്രൊഡക്റ്റ് ഇൻ വെയിൻസ് ഓഫ് ലോവർ എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള കൽക്കേരി ആർസ് ആണ്. എനിക്കൊന്ന് ബോറിക്കുന്ന എടുത്താൻ തോന്നുന്നത്. എഴുതാൻ വിട്ടു ഇത്തവണ. നാഷാണോ ബോറിക്കാണോ കെന്റാണോ? റിമൂവ്സ് ഇൻഫ്ലമേറ്ററി പ്രൊഡക്റ്റ് ഇൻ വെയിൻസ് ഓഫ് ലോവർ എക്സ്ട്രിമിറ്റീസ് കൽക്കേരി ആർസ്. ഓക്കെ. അടുത്തത് റെസ്റ്റ്ലെസ് ആങ്ഷ്യസ് ഡസ് എവറിത്തിങ് ഇൻ ഗ്രേറ്റ് ഹേസ്റ്റ് മസ്റ്റ് ചേഞ്ച് പൊസിഷൻ ഓഫൺ എവറിത്തിങ് സ്റ്റാർട്ടിൽസ് ഹിം. പറഞ്ഞോളൂ. ആരോ പറഞ്ഞു ആൻസർ. യെസ്, എക്കോണൈറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ കീനോട്ടിലെ ഡയറക്റ്റ് സിംറ്റംസ് ആണ്. നെക്സ്റ്റ്, ഇൻ ചിൽഡ്രൻ വിത്ത് എൻലാർജ്ഡ് ലിവർ ആൻഡ് സ്പ്ലീൻ. ചിൽഡ്രനിൽ പൊതുവെ അങ്ങനെ ഒരു സിംറ്റംസ് കമ്പാരിറ്റീവ്ലി കുറവാണ് നമ്മളെ മറ്റൊരു മെഡിക്കല്. ഇൻ ചിൽഡ്രൻ വിത്ത് എൻലാർജ്ഡ് ലിവർ ആൻഡ് സ്പ്ലീൻ ഏതാണ് മെഡിസിൻ? കാൽക്കേരി ആർസ. യെസ്, കൽക്കേരി ആർസിന്റെ സിംറ്റം ആണ്. കൽക്കേരി ആർസിന് കുറച്ച് റയർ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് ഉണ്ട് കേട്ടോ. കൽക്കേരി ആർസ് ഇമ്പോർട്ടന്റ് ആണ്. കൽക്കേരി ആർസ്. അടുത്തത് കംപ്ലൈന്റ്സ് കോസ്ഡ് ബൈ എക്സ്പോഷർ ടു ഡ്രൈ കോൾഡ് എയർ, ഡ്രൈ നോർത്ത് വെസ്റ്റ് വിൻഡ് ഓർ എക്സ്പോഷർ ടു ഡ്രോട്ട് ഓഫ് കോൾഡ് എയർ വൈൽ ഇൻ പെർസ്പിറേഷൻ, ബാഡ് എഫക്ട് ഓഫ് ചെക്ക്ഡ് പെർസ്പിറേഷൻ. അതെ, എക്കോണൈറ്റ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിത്ത് കൺവൾസീവ് ഗാഗിങ് ആൻഡ് ഇൻഎക്സ്പ്രസിബിൾ പെയിൻ ആഫ്റ്റർ ലാപ്രോട്ടോമി. 3 മെഡിസിൻസ് ഉണ്ട്. ലാപ്രോട്ടോമിക്ക് ശേഷം വരുന്ന കൺവൾഷൻസും പെയിനും കൊടുക്കുന്ന മെഡിസിൻസ്. നമുക്ക് പഠിക്കാനുള്ള മെഡിസിൻ ബിസ്മത്ത് ആണ്. അതിന്റെ ബ്രാക്കറ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. അതെ, നെക്സോമിക്കയാണ്. സ്റ്റാഫിസാഗ്രിയും നെക്സോമിക്കയാണ്. ലാപ്രോട്ടോമി സ്റ്റാഫിൽ പിന്നെയും റിലേറ്റഡ് സിംറ്റംസ് വരുന്നുണ്ട്. അടുത്തത് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മ്യൂസിക് ഈസ് അൺബിയറബിൾ മേക്ക് ഹർ സാഡ്. സബൈന, എക്കോണൈറ്റ്. എക്കോണൈറ്റും സബൈനയാണ്. മ്യൂസിക് ഈസ് അൺബിയറബിൾ മേക്ക് ഹർ സാഡ്. ഡ്യൂറിങ് മെൻസസിന്റെ സമയത്താണെങ്കിൽ എക്കോണൈറ്റുള്ളതാണ് അല്ലേ സിംറ്റംസ്. അടുത്തത് കഫ് ആണ്. ട്രൂ ഗ്രൂപ്പ് ഹിസ്സിംഗ് റെസ്പിറേഷൻ, കഫ് വിത്ത് ഇൻഹലേഷൻ. സ്പോഞ്ചിയ. യെസ്, സ്പോഞ്ചിയും അസറ്റിക് ആസിഡ്. നമ്മൾ അന്ന്
കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റോ പറഞ്ഞായിരുന്നു അല്ലേ, IAS എന്ന് പറഞ്ഞിട്ട് ഇൻഹലേഷൻ. അടുത്തത് ഇത് സ്പോഞ്ചിയം അസിറ്റിക് ആസിഡ് ആണ്. ഗ്രൂപ്പ് ആങ്ഷ്യസ് വീസിങ് അഗ്രവേഷൻ ഡ്യൂറിങ് ഇൻസ്പിരേഷൻ. പറഞ്ഞോളൂ, നമ്മൾ ഈ 2 ഡ്രഗ് മാത്രമേ ഉള്ളൂ ഇൻഹലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. സ്പോഞ്ചിയാണ് ആൻസർ. സ്പോഞ്ചിയിൽ കൊടുത്ത സമയത്ത് എങ്ങനെയാണെന്നുള്ളൂ. ഓക്കെ, ഇൻസ്പിറേഷന്റെ സമയത്ത് കഫ് വരുന്ന 2 മെഡിസിൻ അസിറ്റിക് ആസിഡ് സ്പോഞ്ച്. കഫ് ഓൺ എക്സ്പിറേഷൻ കോസ്റ്റിക്കം, എക്കോണൈറ്റും കോസ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ ഇൻഹലേഷൻ IASR ആണ്. IASR എല്ലാം എന്താ പറയാ, രാഷ്ട്രീയക്കാർ പറയുന്നൊക്കെ അവര് വലിക്കല് മാത്രമേ ഉള്ളൂ ഗതി, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചാൽ മതി കേട്ടോ. IAS ഇൻഹലേഷൻ. അടുത്ത ഹെഡേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഓൾട്ടർനേറ്റിംഗ് അല്ല, ഹെഡേക്ക് റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല, ഹെഡ് ട്രബിൾസ് ഫ്രം വർക്കിംഗ് അണ്ടർ ഗ്യാസ് ലൈറ്റ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. വെൻ ഹീറ്റ് ഫോൾ ഓൺ ഹെഡ്, കനോട്ട് ബിയർ ഹീറ്റ് അബൌട്ട് ദ ഹെഡ്, ഹീറ്റ് ഓഫ് സ്റ്റോവ്. ഈ ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം വരുന്നത് ഏത് മെഡിസിനിലാണ്? ഓക്കെ, സണ്ണിലാണെങ്കിൽ ഏതൊക്കെ മെഡിസിൻസ് ആണ് വരുന്നത്? പ്രോബ്ലംസ് ഒക്കെ അതെ, നാട്രം കാർബ്, ലാക്ടസിസ്, ഗ്ലോണൈൻ. അടുത്തത് ഹെഡേക്ക് ഫ്രം സൺ അല്ലെ വർക്കിംഗ് അണ്ടർ ഗ്യാസ് ലൈറ്റ്. സെയിം മെഡിസിൻസ് തന്നെയാണ്. നാട്രം കാർബ്, ഗ്ലോണൈൻ, ലാക്ടസിസ്. അടുത്തത് റൈസിംഗ് ഫ്രം റിക്കമെൻഡ് പൊസിഷൻ, ദ റെഡ് ഫേസ് ബിക്കം ഡെത്ലി പെയിൽ ഓർ ഹി ബിക്കം ഫെയിന്റ് ഓർ ഗിഡി ആൻഡ് ഫോൾസ്, ഫിയർ ടു റൈസ് അഗെയിൻ. Epilepsy with a rush of blood to the head before attack, aura felt in the region of heart. Calcarears ആണ്. Aura felt in the region of heart, calcarears. Okay. Colic after lithotomy or ovorotomy. നേരത്തെ പറഞ്ഞ ബിസ്മത്തിന് കൂടെ പറഞ്ഞ ഒരു ഡ്രഗ് ആണിത്. യെസ്, സ്റ്റാഫി ആണ് കേട്ടോ. കോളിക് ആഫ്റ്റർ ലിത്തോട്ടമി or ovorotomy, സ്റ്റാഫി ആണ്. Next, head heavy but cannot lay it on pillow, cannot bear any heat about the head, better from uncovering the head. Head heavy but cannot lay it on pillow, cannot bear any heat. പറഞ്ഞോളൂ. ക്ലോണോയിൻ ആണ്. ചില സമയം ഫസ്റ്റിലത്തെ ഒരു സെന്റൻസ് മാത്രം തന്നാൽ ചില സമയം നമുക്ക് ചിന്തിക്കില്ല, അതുകൊണ്ട് അത് ഓർത്ത് വെക്കണം കേട്ടോ. കനോട്ട് ലേ ഇറ്റ് ഓൺ പില്ലോ എന്നുള്ളത് ഹീറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗ്ലോണൈൻ നമ്മളെ മൈൻഡിലേക്ക് വന്നേക്കാം. അടുത്തത് ഫോർ ദ കൺജസ്റ്റീവ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ ബിഫോർ ലോക്കലൈസേഷൻ ടേക്സ് പ്ലേസ്. symptoms ആണ്. Extremely sensitive to cold air. Imagine he can feel the air if a door is open in the next room. Yes, HEPA-cell. HEPA-cell. Burning pain in cancer of pancreas, belching with saliva and beating of heart. Burning pain in cancer of pancreas ന് മാത്രം വരാൻ ക്വസ്റ്റ്യൻ. ബിസ്മത്ത് അല്ല. കൽക്കേരിയാർസ് ആണ് കേട്ടോ. ക്യാൻസർ 2 ക്യാൻസർ കൽക്കേരിയാർസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ സിംറ്റംസും കൂടി ഓർത്ത് വെക്കാം. കൽക്കേരിയാർസ്. Fever, skin dry, hot, face red, pale red, alternatively burning, thirst for large quantities of cold water. Econite. Confusion, cannot tell where he is, well-known street seems strange, forget on which side of the street he lives. Econite ല്ലോ നമ്മൾ വിചാരിക്കാതൊരു മെഡിസിൻ. ഞാൻ വിചാരിച്ചിട്ടില്ല ഇതിലുണ്ടാവുന്നത്. Confusion, cannot tell where he is, well-known street seems strange, forget on which side the street he lives. നമ്മള് 5 ഡ്രഗിലുള്ള മെഡിസിന്, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഗ്ലോണൈനത്തിനാട്ടോ സിംറ്റം ഉള്ളത്. ഓക്കെ, നമ്മള് ഹെഡേക്കും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെയാണ് ഓർക്കുക. ഇങ്ങനത്തെ ഒരു സിംറ്റം കൂടി ഗ്ലോണൈനുണ്ട്, കൺഫ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിംറ്റം. പിന്നെ ഡാഷ് മെഡിസിൻ ടു കോഫീൻ, ഫീവർ, സ്ലീപ്ലെസ്നെസ് ആൻഡ് പെയിൻ. യെസ്, എക്കോണൈറ്റ് ആണ്. ആർണിക്കൽ ട്രോമാറ്റിസ് ആണെങ്കിൽ
Aconite. റിലേഷൻഷിപ്പ് കൊടുത്ത 2 പോയിന്റ്സ് ആണത്. Then cholera morbus, summer complaints and vomiting predominates. Stool Bismuth. bismuthന്റെ കൂടെ 2 മെഡിസിൻസും കൂടി ഉണ്ട് വേറെ. വോമിറ്റിങ്ങും Veratrum. യെസ് വെറേട്രം പിന്നെയുള്ള ആർസാൽബ കേട്ടോ. വെറേട്രം ആർസാൽബ്. അടുത്തത് സ്റ്റൂൾ പെപ്പേഴ്സ് ആൻഡ് വാട്ടറി ഒഫൻസീവ് വെരി പ്രോസ്ട്രേറ്റിംഗ്. ഈ 3 മെഡിസിൻസ് ആട്ടോ, ബിസ്മെത്തും വെറൈട്രും ആർസും. ഞാൻ അത് തന്നെ ആയതുകൊണ്ടാണ് അത്. കോളറ വോമിറ്റിംഗ് ആൻഡ് പേർജിങ്, സ്റ്റൂൾ പ്രൊഫ്യൂസ് വാട്ടറി ഗഷിംഗ് പ്രോസ്ട്രേറ്റിംഗ് ആഫ്റ്റർ ഫ്രൈറ്റ്. വോമിറ്റിങ്ങും പേർജിങ്ങും രണ്ടും വരുന്ന മെഡിസിൻ ഏതാ? അല്ല ഡോക്ടറെ, അതായത് Veratrum. വെറൈറ്റർ ആണ് കേട്ടോ. ആഫ്റ്റർ ഫ്ലൈറ്റ് ഏതാണ് മെഡിസിൻ? എക്കോണൈറ്റ് ആണ് കേട്ടോ. ഞാനിൽ എഴുതിയിട്ടില്ല. ആഫ്റ്റർ ഫ്ലൈറ്റ് ബ്രാക്കറ്റിൽ എക്കോണൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സെറിബ്രൽ കൺജഷൻ ഓർ ആൾട്ടർനേറ്റ് കൺജഷൻ ഓഫ് ഹെഡ് ആൻഡ് ഹാർട്ട്. Calcareous. കൺജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ മെഡിസിൻ ഹെഡ് ഏക്കും പിന്നെ എന്താ റഷ് ഓഫ് ബ്ലഡും അങ്ങനത്തെ ഒക്കെ ഉള്ള Glonoin. കേട്ടോ. സെറിബ്രൽ കൺജഷൻ ഓർ ആൾട്ടർനേറ്റ് കൺജഷൻ ഓഫ് ഹെഡ് ആൻഡ് ഹാർട്ട് എന്ന് പറഞ്ഞത് ഗ്ലോണോയിനിലാണ്. പിന്നെ റാഡലി ഇൻഡിക്കേറ്റഡ് ഫീവർ വിച്ച് ബ്രിങ്സ് ഔട്ട് ഇറപ്ഷൻസ്. എക്കോണൈറ്റ് ആണ്. എക്കോണൈറ്റ് പൊതുവെ എല്ലാവർക്കും നല്ലോണം അറിയണ്ടാവും. ക്യാൻസർ ഓഫ് യൂട്രസ്, ബേണിംഗ് പെയിൻ ഇൻ യൂട്രസ് ആൻഡ് വജൈന. Any guess? പറഞ്ഞോളൂ, തെറ്റ കുഴപ്പമില്ല. Cancer വരുമ്പോ വിസ്മത്താണ്. വിസ്മത്ത് അല്ല, ഞാനത് പറഞ്ഞിരുന്നു. ക്യാൻസർ ഓഫ് പാൻക്രിയാസിന് പറഞ്ഞ മെഡിസിൻ Calcareous. ഓക്കെ. ക്യാൻസർ ഓഫ് പാൻക്രിയാസും പറഞ്ഞിട്ടുണ്ട്, ക്യാൻസർ ഓഫ് യൂട്രസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിൽഡ്രൻസിന്റെ സ്പ്ലീനും ലിവറും എൻലാർജ്ഡ് എന്നുള്ള കണ്ടീഷൻ, ഇതൊക്കെ വരുന്നത് കൽക്കേരിയാസിലാണ് കേട്ടോ. പിന്നെ ഓറോ എപ്പിലെപ്സി എനിക്ക് തോന്നുന്നത് കീനോട്ടുള്ള സെമിറ്റാണ് ഹാർട്ടിൽ വരുന്നത്. അടുത്തത് കൺവെൻഷൻ ഓഫ് ടീത്ത് ഇൻ ചിൽഡ്രൻ, ഹീറ്റ് jerk, stitching of single muscle, childness, it speaks, frets, screams, skin hot and dry. ഡൗട്ട് തോന്നില്ലായിരിക്കും. ഇനി നെക്സ്റ്റ് ഇത് കെന്റ് പറഞ്ഞിട്ടാണ്. ഇഫ് അവർ മെഡിസിൻസ് വെർ നോട്ട് പവർഫുൾ ഇനഫ് ടു kill fox, they would not be powerful enough to cure the sick fox. It is well for you to realize that you are dealing with the razor when dealing with high potencies. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കെന്റ്. അത് ഏത് മെഡിസിനിലാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആരാന്ന് ചോദിക്കാട്ടോ. ഞാൻ കെന്റ് അതിനോട് പറഞ്ഞു പോയി. ഏത് മെഡിസിനിലാണ് അറിയോ? ഹെപ്പാസൾഫിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. കോഡ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഹെപ്പാസൾഫിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു സിംപ്റ്റം ആണ് എ ബാർബർ ഹാസ് ആൻ ഇമ്പൾസ് ടു കട്ട് ദ ത്രോട്ട്. ഏതാണ് മെഡിസിൻ? കട്ട് ദ ത്രോട്ട് ബാർബറിന് തോന്നണത് കെന്റിലെ സിംപ്റ്റം. എന്നോട് സ്ലൈഡിൽ പറയാൻ വിട്ടുപോയി. ഹെപ്പാസൾഫാണ് ആ സിംപ്റ്റം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഫ്, ക്രൂപ്പ്, ഡ്രൈ, ഹോസ്, സഫോക്കേറ്റിംഗ്, ലൗഡ്, റഫ്, റോക്കിംഗ്, ഹാർട്ട്, റിംഗിങ് ആൻഡ് വിസ്ലിംഗ് കഫ്. എക്കോണൈറ്റ് ആണ്. ഇതില് മൊഡാലിറ്റിയും കൂടി വന്നാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാവും. മൊഡാലിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് കമ്പനി. സോളിറ്റ്യൂഡ് ഇസ് അൺബിയറബിൾ, ഡിസയർ കമ്പനി, ചൈൽഡ് ഹോൾഡ് ഓൺ ടു ഇറ്റ്സ് മദേഴ്സ് ഹാൻഡ്. മദറിന്റെ ഹാൻഡ് പിടിക്കുന്നത്, അതാണ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട വേർഡ്. ഏതാണ് മെഡിസിൻ? വിസ്മത്ത്. അതിന്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് 3 മെഡിസിൻസ്. ഗസ് ചെയ്യാവോ? അമോണിയം കാർബൺ അല്ല, കാലികാർബും ലിലിയൻ ടിഗും ലൈക്കോ. ഓക്കെ. കാലികാർബ്, ലിലിയൻ ടിഗ്, ലൈക്കോ, ബിസ്മത്ത്. ഇപ്പൊ മദേഴ്സ് ഹാൻഡ് കമ്പനി ബിസ്മത്ത് മാത്രമെന്ന് വിചാരിക്കരുത്.
നമുക്കിപ്പം 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഓൾന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. കാലികാർബ്, ലിലിയൻ ടിക്ക്, ലൈക്കോ. ഓക്കെ, അടുത്തത് ഡ്രെഡ് ഓഫ് മെൻ, ഡ്രെഡ് ഓഫ് സോളിറ്റ്യൂഡ്, ഇറിറ്റബിൾ ആൻഡ് മെലങ്കളി. ഏതാണ് മെഡിസിൻ? ഡ്രെഡ് ഓഫ് മെൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ മെഡിസിൻ കിട്ടണം. ഡ്രെഡ് ഓഫ് മെൻ ലൈക്കോ ആണ് കേട്ടോ. ഡ്രെഡ് ഓഫ് മാൻ, ഡ്രെഡ് ഓഫ് സോളിറ്റ്യൂഡ്, ഇറിറ്റബിൾ ആൻഡ് മെലങ്കളി, ലൈക്കോ ആണ്. ഫിയർ ഓഫ് ബീങ് എലോൺ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ലൈക്കോ, ബിസ്മത്ത്, കാലികാർബ്, ലിലിയൻ ടിക്ക്. ഓക്കെ, ഡ്രെഡ് ഓഫ് മാൻ, ഡ്രെഡ് ഓഫ് സോളിറ്റ്യൂഡ്, ലൈക്കോ. ഇൻ കേസ് എന്താ പറയാ മദേഴ്സിന് ഹാൻഡ് പിടിക്കണം എന്നുള്ള കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ അത് ബിസ്മത്ത്, കാലികാർബ്, ലിലിയൻ ടിക്ക്, ലൈക്കോ. ഓക്കെ, ഫിയർ ഓഫ് ബീങ് എലോൺ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നും ചാൻസ് ഇല്ല. അടുത്തത് ഗ്രേറ്റ് എവേർഷൻ ടു ബീങ് എലോൺ. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല. നമ്മളെ കാലികാർബ് ഉണ്ട് കേട്ടോ അതില്, കാലികാർബ്. പിന്നെ ആർസ്, ബിസ്മത്ത്, ലൈക്കോ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നതാണ്. ഗ്രേറ്റ് എവേർഷൻ ടു ബീങ് എലോൺ, കാലികാർബ്, ആർസ്, ബിസ്മത്ത്, ലൈക്കോ. നെക്സ്റ്റ് ഡിസയർ ടു ബി എലോൺ, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ളവര്. നാട്രം സൾഫ. ആരോ ഒരാൾ ആൻസർ പറഞ്ഞു. ഇഗ്നേഷ്യക്ക് ഉണ്ട്, ജെൽസീനിയം, നെക്സോമിക് ഒക്കെ ഉണ്ട് കേട്ടോ. ഡിസൈർ ടു ബി എലോൺ, ഈ ഒരു സെന്റൻസ് അതേപോലെയുള്ള രണ്ട് മെഡിസിൻസ് ആണ്, ഇഗ്നേഷ്യം, നെക്സോമിക്. ഓക്കെ, എല്ലാവരും നമ്മൾ റെപ്പർട്ടറിയിലൊക്കെ നോക്കണം, ഒരുപാട് മെഡിസിൻസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരില്ല, കുറച്ചധികം 2-3 സെന്റൻസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫിയർ ഓഫ് ബീങ് എലോൺ, ഇൻസാനിറ്റി, heart diseases, fear she is incurable, some impending calamity or diseases. ഏതാണ്? കലാമിറ്റിയും ഡിസീസസ് ഒക്കെ മെൻഷൻ ചെയ്തത് ഈ മെഡിസിനിൽ മാത്രമേ ഉള്ളൂ. ലിലിയൻ ടിക്ക് ആണ്. ഫിയർ ഓഫ് ബീങ് എലോൺ, ഫിയർ ഓഫ് ഇൻസാനിറ്റി, ഫിയർ ഓഫ് ഹാർട്ട് ഡിസീസസ്, fear she is incurable, some impending calamity or diseases. ലിലിയൻ ടിക്ക്. ഞാൻ ഇതിന്റെ ബ്രാക്കറ്റിൽ വന്ന മെഡിസിൻസ് കമ്പയർ ചെയ്യുന്നതാണ്. must be wrapped up to the face even in hot weather. കവർ ചെയ്യണം. അതിന്റെ കൂടെ നമ്മൾ സോറിനം, സോറിനം, ഹെപ്പാസൾഫ് ആണ്. അടുത്തത് ഗ്രേറ്റ് സെൻസിറ്റീവ്നെസ് ടു കോൾഡ് എയർ ഓർ ചേഞ്ച് ഓഫ് വെദർ, വെയേഴ്സ് എ ഫർ ഓർ ക്യാപ്, ഓവർകോട്ട്, ഷോൾ ഈവൻ ഇൻ ഹോട്ടസ്റ്റ് സമ്മർ വെദർ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഏത് മെഡിസിനിലാണ്? സോറിനത്തിലാണ്. ഹോട്ടസ്റ്റ് സമ്മർ വെദറിൽ പൊതിഞ്ഞു മൂടിയിരിക്കുന്ന ഒരാള്. ആംഗിഷ്, ഹി സിറ്റ്സ് then walk then lies never long in one place. അല്ല, ആംഗിഷ് ആങ്സൈറ്റി കാരണം സിറ്റ് then walk then lies never long in one place. ബിസ്മത്ത് ആണ് കേട്ടോ. GA സിംറ്റംസ് മാത്രമല്ല ഇങ്ങനത്തെ ഒരു സിംറ്റം കൂടിയുണ്ട് ബിസ്മത്തിന്. നേരത്തെ പറഞ്ഞല്ലോ ഫിയർ ഓഫ് ബീങ് എലോൺ ഉണ്ട്, അതേപോലെ തന്നെ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ ഹി സിറ്റ് then walk then lies never long in one place. Dash is acute of sulfur and both precedes and follow it in acute inflammatory conditions. എക്കോണൈറ്റ്, എക്കോണൈറ്റ്, എക്കോണൈറ്റ്. acute of sulfur എന്ന് പറയുന്നത് എക്കോണൈറ്റ്. Next, ferocious, want to kill who offends him, want to set things on fire. ഫയർ എന്നുള്ള want to set things on fire. ഹെപ്പാർ. ഓക്കെ, ഡോക്ടർ പറഞ്ഞല്ലേ ഹെപ്പാർ. ഹെപ്പാർ സൾഫാണ്. ഫയറും പിന്നെ കട്ട് ദ ത്രോട്ടും ഇതൊക്കെ വരുന്നത് ഹെപ്പാർ സൾഫിലാണ്. Head feels enormously large as if skull were too small for the brain. ഗ്ലോണൈഡസ് ആണ്. സ്കള്ള് ഭയങ്കര ചെറുതാണ്, തലയ്ക്കും തോന്നും. ഗ്ലോണൈഡസ് ആണ്. Complaints and tension caused by exposure to dry cold weather
ചെക്ക്ഡ് പെർസ്പിറേഷൻ വിത്ത് ഹോട്ട് വെതർ GI സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈ കോൾഡ് വിൻഡ് തന്നെ കേട്ടാൽ തന്നെ നമുക്കറിയില്ലേ മെഡിസിൻ. പറയൂ. Aconite. Aconite. Skin affections extremely sensitive to touch. Pain often causes fainting. Yes. Self ആണ്. സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. പെയിൻ കോസസ് ഫെയിന്റിംഗ് ആണ് ഹെപ്പാർ സെൽഫിനുള്ള സിംറ്റം. ഓക്കെ, സ്കിൻ അഫെക്ഷൻസ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ടച്ച് പെയിൻ ഓഫൺ കോസസ് ഫെയിന്റിംഗ് ഹെപ്പാർ സെൽസ്. അടുത്തത് കംപ്ലൈൻസ് ഓഫ് ഡ്രങ്കാർഡ്സ് ആഫ്റ്റർ അബ്സ്റ്റൈനിങ്. Bismuth. വിസ്മത്തല്ല കേട്ടോ നമ്മള്. യെസ്, കൽക്കേരിയ ആർസ്. കംപ്ലൈൻസ് ഓഫ് ഡ്രങ്കാർഡ്സ് ആഫ്റ്റർ അബ്സ്റ്റൈനിങ് എന്നുള്ള സിംറ്റം വരുന്നത് കൽക്കേരിയ ആർസിലാണ്. അടുത്തത് തിങ്സ് ഹിസ് തോട്ട്സ് കം ഫ്രം സ്റ്റൊമക്ക്. Aconite. യെസ്, എക്കോണൈറ്റ് സിംറ്റം ആണ്. തിങ്ക് ഹിസ് തോട്ട് കം ഫ്രം സ്റ്റൊമക്ക്, എക്കോണൈറ്റ്. നെക്സ്റ്റ്, ദ ഹൈ പൊട്ടൻസീസ് മേ അബോർട്ട് സെപ്പറേഷൻ, ലോവർ പ്രൊമോട്ട് ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് നെസസറി ടു ഹേസ്റ്റൻ ഇറ്റ്, ഗിവിൻ 2x. ഏത് മെഡിസിൻ ആണ്? High potencies may abort the separation, lower promote it. Hepar dash caused only functional disturbances, no evidence that it can produce tissue changes. Its action is brief, show no periodicity. Aconite. Aconite symptom. I mean, aconite പറ്റി പറഞ്ഞിരിക്കുന്നതാണ്. Next, increases and decreases every day with the sun. Headache ആണ്. Clonine. പിന്നെ നമ്മളെ ഹെഡേക്ക്, സണ്ണിൽ ഹെഡേക്ക് വരുന്ന ഒരു മെഡിസിനും കൂടി. നേട്രം ഗ്രൂപ്പ്. യെസ്, നേട്രം കാർബൺ. ഗ്ലോനൈനും നേട്രം കാർബും കാൽമിയും. ഓക്കെ, must be wrapped up to the face even in hottest weather. ഒന്നുകൂടി നമ്മള് ഹെപ്പാസൾഫിൻ സോറിനാണ്. മസ്റ്റ് ബി റാപ്ഡ് അപ്പ് ടു ദ ഫേസ് ഈവൻ ഇൻ ഹോട്ട് വെതർ. ഇത് നാഷണലി ആയിരിക്കാം, സെന്റൻസ് ഡിഫറൻസ് എന്നുള്ളൂ, രണ്ട് മെഡിസിൻ തന്നെ. ബേണിംഗ് ഹെഡേക്ക് ആസ് ബ്രെയിൻ വെയർ മൂവിങ് ഇൻ ബോയിലിംഗ് വാട്ടർ. ബോയിലിംഗ് വാട്ടറിൽ മൂവ് ചെയ്യുന്ന പോലെ തോന്നും ഹെഡേക്കിന്റെ സമയത്ത് ബ്രെയിന്. ഏതാണ്? നമ്മൾ ആങ്സൈറ്റി ഒക്കെ കൂടുതൽ പറഞ്ഞ മെഡിസിൻ ഇല്ലേ? അതിന്റെ ബ്രാക്കറ്റിൽ വേറൊരു മെഡിസിനും കൂടിയുണ്ട്. നമ്മളെ ഫ്ലൈറ്റിന്റെ കമ്പനീന്റെ പേരാണ്. ഇൻഡിഗോ. ആരോ പറഞ്ഞു ഇൻഡിഗോ. അങ്ങനെ ആലോചിക്കാട്ടോ. ബേണിംഗ് ഹെഡേക്ക് ആസ് ബ്രെയിൻ വെയർ മൂവ്ഡ് ബൈ ബോയിലിംഗ് വാട്ടർ, എക്കോണൈറ്റും അതിന്റെ കൂടെ ഇൻഡിഗോ. അടുത്തത് ടെറഫിക് ഷോക്ക് ഇൻ ഹെഡ് synchronizes with pulse. Then throbbing and pulsating headache. Hold the head with both hand. Could not lie down, the pillow would beat. അതെ, ഗ്ലോനൈൻ്റെ വേറെ രീതി കൊടുത്തിട്ടുള്ള സിംറ്റംസ് ആണ്. ഓക്കെ, പില്ലോ വുഡ് ബീറ്റ് അല്ലെങ്കിൽ കനോട്ട് ലൈ ഓൺ പില്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സിംറ്റംസ് ഗ്ലോനൈൻ റിലേറ്റഡ് ആണ്. Cannot bear to be uncovered. അതിന്റെ കൂടെ നക്സ് വോമിക്കും. ഓക്കെ, cannot bear to be uncovered, ഹെപ്പാസൾഫൻ, നക്സ് വോമിക്ക. പിന്നെ ഹെഡേക്ക് ഫ്രം ഹാവിങ് ഹെയർ കട്ട്. യെസ്, ഗ്ലോനൈൻ, എക്കോണൈറ്റ്, ബെൽഡോണ. ഗ്ലോനൈൻ, എക്കോണൈറ്റ്, ബെൽഡോണ. ഓക്കെ. Next, watering after exposure to dry cold wind, reflection from snow after extraction of cinders and other foreign bodies. Aconite. Yes, dry cold wind തന്നെ നമുക്ക് എക്കോണൈറ്റ് വ്യക്തമാണ്. അല്ലാണ്ടും സ്നോ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും എക്കോണൈറ്റ് ആണ് കേട്ടോ. ഫോറിൻ ബോഡീസ് ഇത് വേറെ പുസ്തകത്തിൽ വേറെ ഏതോ ബോഡീസിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളെ മെയിൻ ഓതേഴ്സിൻ്റെ. എക്കോണൈറ്റ് ആണ് ഓർമ്മ വരണം. Extremely offensive, Leucorrhea smells like old cheese. Leucorrhea smells like old cheese.
Bismuth. പസ്സൊക്കെ ഉള്ള ഡ്രഗ്. Hepar. Hepar sulfur. സെൽഫ് അതിന്റെ കൂടെ സാനിക്കിൾ ഏതോ കീനോട്ടിന്റെ ബ്രാക്കറ്റിൽ ഉണ്ട്, ഓൾഡ് ചീസ് പറഞ്ഞിട്ടുണ്ട്. ലുക്കോറിയ സ്മെൽസ് ലൈക്ക് ഓൾഡ് ചീസ് ഹെപ്പാസൾഫും സാനിക്കിളിയാണ്. സാനിക്കിള ബ്രാക്കറ്റിലുള്ള ഡ്രഗ് ആണ് ഹെപ്പാറിൻ്റെത്. All the discharges are profuse, foul like old cheese, sour, stool, smell of body and sweat, etc. Hepar sulfur. Hepar. ഹെപ്പാസൾഫ് തന്നെയാണ് കേട്ടോ ഓൾഡ് ചീസ്. ഹെപ്പാസൾഫ്. ലുക്കോറിയ പറയുകയാണെങ്കിൽ സാനിക്കിളിയും കൂടി വരും. കനോട്ട് ബിയർ ടു ബി കവേർഡ്. കനോട്ട് ബിയർ ടു ബി കവേർഡ്. Camphor and Sequel core. Yes, camphor and Sequel cannot bear to be covered. Next, vomiting of water as soon as it reaches the stomach. Food retain longer of enormous quantities at interval of 7 days when food has filled the stomach. അതായത് ഭക്ഷണം കഴിച്ചത് നിൽക്കും, വെള്ളം പെട്ടെന്ന് പോകുന്ന പറയുന്ന മെഡിസിൻ ഏതാണ്? Bismuth. നോ സ്മെൽസ് ലൈക്ക് ഓൾഡ് ചീസ്. അതായത് മൂക്കിന്ന് വരുന്ന ഡിസ്ചാർജസ് അല്ലെങ്കിൽ മൂക്ക് സ്മെൽസ് ലൈക്ക് ഓൾഡ് ചീസ്. Hepar sulfur. ഹെപ്പാസൾഫ്. ഈ ഓൾഡ് ചീസ് റിലേറ്റഡ് ആയിട്ടുള്ള ലുക്കോറി അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഹെപ്പാസൾഫ് ഓർത്തോളൂ കേട്ടോ. ബിറ്റർ ടേസ്റ്റ് ഓഫ് എവറിഥിങ് എക്സെപ്റ്റ് വാട്ടർ. വാട്ടർ അല്ലാണ്ട് ബാക്കിയൊക്കെ കഴിപ്പ്. Aconite. യെസ്, എക്കോണൈറ്റ് ആണ്. ബിറ്റർ ടേസ്റ്റ് എവറിഥിങ് എക്സെപ്റ്റ് വാട്ടർ. ഓക്കെ. ബ്രെയിൻ ഫീൽസ് ടു ലാർജ്, ഫുൾ ആൻഡ് ബേർസ്റ്റിംഗ്. ബ്ലഡ് seems to pump upward, throbs at every jar, step and pulse. ഏതാണ് മെഡിസിൻ? Glonine. Feeling as if wind were blowing on some part. Wind. ആര് പറഞ്ഞു? ഹെപ്പാറാണ്. അടുത്ത റൂമിൽ തുറന്നിട്ട പോലെ തോന്നുന്നേ. സിമിലർ ഫീലിംഗ് ആസ് എ വിൻഡ് വെയർ ബ്ലോയിങ് ഓൺ സം പാർട്ട്. ഹെപ്പാസൾഫ്. Abdominal symptoms better after warm soup. നേരത്തെ ഒരു ഹെഡ് ബോയിലിംഗ് വാട്ടർ പറഞ്ഞിട്ടില്ലേ, അതേ മെഡിസിൻ ആണ്. ഇൻഡിഗോന്റെ കൂടെ നമ്മളെ മെഡിസിൻ ഏതാണ്? എക്കോണൈറ്റ്. ഓക്കെ. അപ്പൊ ചൂടുള്ള രണ്ട് കാര്യങ്ങളാണ് ബോറയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഹെഡ് ബോയിലിംഗ് വാട്ടറിലുള്ള പോലെ, പിന്നെ അബ്ഡോമിനൽ സിംപ്റ്റംസ് ബെറ്റർ ബൈ വാം സൂപ്പും എക്കോണൈറ്റും കേട്ടോ. ഇൻഡിഗോ ഞാൻ വിമാനം ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞോണ്ടല്ലേ എനിക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും അല്ലേ? പെട്ടെന്ന് പറഞ്ഞു ആൻസർ. കനോട്ട് ബിയർ ടു ബി അൺകവേർഡ്. നേരത്തെ പറഞ്ഞ തന്നെയാണ്, റിപ്പീറ്റഡ്. അതെ, നെക്സോമയ്ക്കും ഹെപ്പാസൾഫുമാണ്. സർഫേസ് കോൾഡ് ടു ടച്ച് യെറ്റ് കനോട്ട് ബിയർ ടു ബി കവേർഡ്. Camphor. The skin feels cold to touch, yet the patient cannot tolerate covering. Camphor അല്ല, അല്ല, നമ്മളെ സ്ക്രോണി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് സീക്കയിലാണ് കേട്ടോ. സീക്കയിലും ക്യാംഫറും ആണ് സിമിലർ സിംറ്റംസ് ആയിട്ട് വരുന്നത്. സ്കിൻ ഫീൽസ് കോൾഡ് ടു ടച്ച് യെറ്റ് ദ പേഷ്യന്റ് കനോട്ട് ടോളറേറ്റ് കവറിങ്. സീക്കയിലാണ്. അതിന് ബ്രാക്കറ്റിൽ വേറൊന്നും കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ മെഡിസിൻസ്. ഹെഡ് ഏക്ക് ഇൻ പ്ലേസ് ഓഫ് മെൻസസ്. Takes cold every time he takes breath of fresh air. ഹെപ്പാസൾഫും ട്യൂബർക്കുലിനാണ് കേട്ടോ. എവറി ടൈം ഹി ടേക്സ് ബ്രെത്ത് ഫ്രഷ് എയർ എന്ന് പറയുന്നത് ട്യൂബർക്കുലിന് ഹെപ്പാറും ആണ്. ടേക്സ് കോൾഡ് ഫ്രം സ്ലൈറ്റസ്റ്റ് എക്സ്പോഷർ ടു ഫ്രഷ് എയർ. സെയിം ഹെപ്പാസൾഫും ട്യൂബർക്കുലിനും. സ്പീഡ് ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ കീനോട്ടിൽ സിംറ്റംസ് ആണ് സ്പീഡ് പോകുന്നത്, അല്ലാതെ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നെന്നും തോന്നുന്നു. Frequent small stool with the tenesmus. Green like chopped herbs. Green like chopped ഒരുപാട് ഡ്രഗ്സ് ഉണ്ട് അല്ലേ? നമ്മളെ മെഡിസിൻ ഏതാണ്? എക്കോണൈറ്റ് ആണ് കേട്ടോ. കെമോമിൽ അങ്ങനെ ഒരുപാട് മാക്കാർബിലൊക്കെ പറയുന്നുണ്ട് സിമിലർ ആയിട്ടുള്ളത്. ഞാൻ കമ്പയർ ചെയ്തിട്ടില്ല.
violent palpitation with throbbing in carotids, heart action labored and oppressed, blood seems to rush to heart rapidly to head. Calcareous. Arse. അല്ല കരോട്ടിഡ്സിലും ഹെഡ് ഏക്ക് റിലേറ്റഡ് ആയിട്ട് Clonine. ക്ലോണൈൻ ആണ്. Clonine. ആക്ഷൻ ലാബേർഡ് ആൻഡ് ഒപ്രസ്ഡ് ബ്ലഡ് സീംസ് ടു ഹാർട്ട് ഹെഡിലേക്കൊക്കെ പോകുന്നത്. നെക്സ്റ്റ് ക്രേവിംഗ് ഫോർ സവർ ആൻഡ് സ്ട്രോങ് തിങ്സ് ആർ വെരി ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ മെഡിസിനിൽ പറഞ്ഞിട്ടുള്ളത്. ബോറിക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ മെഡിസിന് ഈ സിംറ്റംസ് ഭയങ്കര ക്യാരക്ടറിസ്റ്റിക് ആണ്. ക്രേവിംഗ് ഫോർ സവർ ആൻഡ് സ്ട്രോങ് തിങ്സ് ആർ വെരി ക്യാരക്ടറിസ്റ്റിക് ഫോർ ദിസ് ഡ്രഗ്. Hepar sulfur. യെസ് ഹെപ്പാ സൾഫാണ്. ഓക്കെ, ഫയറും ഹെപ്പാറല്ലേ വന്നത്. അങ്ങനെ സ്ട്രോങ് തിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ കോറിലേറ്റ് ചെയ്ത് വെക്കാം. കംപ്ലൈൻസ് ഓഫ് ഫ്ലഷി വുമൺ വെൻ അപ്രോച്ചിങ് മെനോപോസ്. Complaints of fleshy woman when approaching menopause. നമ്മൾ ചിൽഡ്രൻസിലെ ലിവറും സ്പ്ലീനും അല്ലാതെ സി എ പാൻക്രിയാസ്, സി എ യൂട്രസ് ഒക്കെ പറഞ്ഞ മെഡിസിൻ. Calcareous. പിന്നെ ആൽക്കഹോളിസം, എബ്സ്റ്റൈനിങ് ആ സിംറ്റംസും പറഞ്ഞു. കൽക്കേരിയാർസ് ആണ് മെഡിസിൻ. ദെൻ ബ്രൈറ്റ് റെഡ് ഹൈപ്പോത്തിനർ എമിനൻസ് ഓഫ് ബോത്ത് ഹാൻഡ്. Aconite. Yes, aconite ആണ് കേട്ടോ. ബ്രൈറ്റ് റെഡ് ഹൈപ്പോത്തിനർ എമിനൻസ് ഓൺ ബോത്ത് ഹാൻഡ്, aconite. Then convulsions of children from cerebral congestion, meningitis during tentation, cases that seems to call for belladonna. Cerebral congestion ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക. Clonine. ഗ്ലോണോയിൻ ആണ് കേട്ടോ. സെറിബ്രൽ കൺജഷൻ, മെനിഞ്ചൈറ്റിസ് ഡ്യൂറിങ് ടെൻറ്റേഷൻ. ബെൽഡോണ എന്ന് വിചാരിക്കും, അല്ല നമ്മൾ കൊടുക്കേണ്ടത് ഗ്ലോണോയിൻ ആണ്. ത്രോട്ട് ക്രോണിക് ഹൈപ്പർട്രോഫി വിത്ത് ഹാർഡ്നെസ് ഓഫ് ഹിയറിംഗ്. Hepar sulfur. Hepar. സെൽഫ് ഉണ്ട്, ബറൈറ്റോ കാർബൺ ഉണ്ട്, ലൈക്കോ ഉണ്ട്. ബറൈറ്റോ കാർബൺ, ലൈക്കോ, പ്ലംബ് ആൻഡ് സൊറൈനം. ഓക്കെ, സോറിനം. Sensation as a drop of what trickled down the thigh. നമ്മളെ ആങ്സൈറ്റി മെഡിസിൻ Aconite. എക്കോണൈറ്റ് ആണ് കേട്ടോ. സെൻസേഷൻ ആസ് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ട്രിക്കിൾ ഡൗൺ ദ തൈ, എക്കോണൈറ്റ്. ബോറിക്ലി സെമിറ്റ് ആണ് ഇതൊക്കെ. ഹെഡ് ഏക്ക് ഓൾട്ടർനേറ്റ് വിത്ത് ലംബാഗോ. ബ്ലൂ ഹെമറോയിഡ്സ്. Aesculus. ഐസ്ക്ലസ് ആണ്. ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് Aloes. യെസ് അലോസ് ആണ് കേട്ടോ. ഹെഡ് ഏക്ക് ഓൾട്ടർനേറ്റ് വിത്ത് ലംബാഗോ, അലോ ആണ്. നേരത്തെ ഓൾട്ടർനേറ്റിംഗ് സിംറ്റം പറയുമ്പോൾ കമ്പയർ ചെയ്യേണ്ടതായിരുന്നു. ഹെഡ് ഏക്ക് അല്ല പറഞ്ഞിട്ടില്ല അല്ലേ. ഓക്കെ, ഹെഡ് ഏക്ക് ഓൾട്ടർനേറ്റിംഗ് വിത്ത് ലംബാഗോ, അലോ ആണ്. അടുത്തത് ഹെഡ് ഏക്ക് റിട്ടേണിംഗ് വിന്ററിലും ഓൾട്ടർനേറ്റ് വിത്ത് ആൻഡ് അറ്റൻഡഡ് വിത്ത്. ഡയറി ആണ് എൻ്റെ ഒരു ഓർമ്മ. ഹെഡ് ഏക്ക് റിട്ടേണിംഗ് എവറി വിന്റർ. Bismuth. ബിസ്മത്തിലെ സിംറ്റം ആണ്. ദിസ് ഈസ് വെർ ദ സിസ്റ്റം ഹാസ് ബീൻ ഇൻജുർഡ് ബൈ അബ്യൂസ് ഓഫ് മെർക്കുറി. Hepar sulfur. ഹെപ്പാ സെൽഫ് ആണ് കേട്ടോ, മെർക്കുറി. Disease where the system has been injured by abuse of mercury എന്ന് പറയുന്നത് ഹെപ്പാ സെൽഫ്. ഹെപ്പാ സെൽഫിന് കുറച്ച് അങ്ങനത്തെ സിംറ്റംസ് ഉണ്ട്. സ്ലൈറ്റസ്റ്റ് ഇമോഷൻ കോസസ് പാൽപിറ്റേഷൻ ഓഫ് ദ ഹാർട്ട്. Calcareous. യെസ്, കൽക്കേരിയാസ് ബ്രാക്കറ്റിലുള്ള റെമഡി Lithium. ലിഥിയം കാർബാണ്. സ്ലൈറ്റസ്റ്റ് ഇമോഷൻ കോസസ് പാൽപിറ്റേഷൻ ഓഫ് ഹാർട്ട്, കൽക്കേരി ആർസൻ, ലിഥിയം കാർബ്. മിഡിൽ ലോവർ ലിപ്പ് ക്രാക്ഡ്. Hepar sulfur. Hepar sulfur. നെക്സ്റ്റ് Like Natrium. MAD carb. അല്ല അമോണിയം കാർബ്. അമോണിയം കാർബ്. കാർബും നാട്രമ്യൂറും ഹെപ്പാ സെൽഫ്. മിഡിൽ ലോവർ ലിപ്പ് ക്രാക്ഡ്, ഹെപ്പാ സെൽഫ്, അമോണിയം കാർബ്, നാട്രമ്യൂർ. ക്രാക്സ് ഇൻ കമീഷ്യസ് ആണെങ്കിൽ സി എ സ്റ്റൊമക് എന്നൊക്കെ പറയുന്ന മെഡിസിൻ ഏതാണ്? Ponderado. Okay. Valvular deficiencies worse from mental agitation which causes fluttering and trembling of heart.
നാഷ് പറഞ്ഞിട്ടില്ല കേട്ടത്. കാൽക്കരി ആർസ്. കൽക്കേരി ആർസ് അല്ല, ലിഥിയം കാർബാണേ. അത് സ്ലൈറ്റസ്റ്റ് ഇമോഷൻ കോസസ് പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന് സിമിലർ സിംറ്റംസ് നാഷ് പറഞ്ഞിരിക്കുന്നത് വാൽവുലർ ഡെഫിഷ്യൻസീസ് വേഴ്സ് ഫ്രം മെന്റൽ എജിറ്റേഷൻ വിച്ച് കോസസ് ഫ്ലട്ടറിംഗ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പാൽപിറ്റേഷനിൽ വേർഡ് ഇല്ല. ഫ്ലട്ടറിംഗ് ആൻഡ് ട്രംബ്ലിംഗ് ഓഫ് ദ ഹാർട്ട്, ഫ്ലട്ടറിംഗ് പാൽപിറ്റേഷന്റെ കൂടിയ അവസ്ഥ, അത് ലിഥിയം കാർബാണ് കേട്ടോ. അടുത്ത ടൂത്തേക്ക് ഇന്റർമിറ്റന്റ് ജർക്കിംഗ് റിലീവ്ഡ് ബൈ ഹോൾഡിംഗ് ഐസ് വാട്ടർ ഇൻ മൗത്ത് ബട്ട് റിട്ടേൺസ് വെൻ വാട്ടർ ബിക്കം വാം. കോഫിയ. നെക്സ്റ്റ് കോഫി മാത്രമല്ല, കുറച്ചധികം ബ്രൈ, പൾസ്, ബിസ്മത്ത്, നാട്രസ് സൾഫ്, സെപ്പിയ. ഓക്കെ, കോഫി ഉണ്ട്, ബിസ്മത്ത് ഉണ്ട്, ബ്രൈ ഉണ്ട്, പൾസ് ഉണ്ട്, കോസ്റ്റിക് ഉണ്ട്, സെപ്പിയ ഉണ്ട്, നാട്രസ് സൾഫ് ഉണ്ട്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ള മെഡിസിൻ ബിസ്മത്ത് ആണ് കേട്ടോ. നെക്സ്റ്റ് ടൂത്തേക്ക് എമിലറേഷൻ ബൈ ഹോൾഡിംഗ് കോൾഡ് വാട്ടർ ഇൻ മൗത്ത്. ഇപ്പൊ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ ബിസ്മത്ത്, പൾസാറ്റിൽ, കോഫിയ, ബ്രയോണിയ, കോഫിയ, പൾസ്, ബിസ്മത്ത്, കോഫി. ടൂത്തേക്ക് എമിലറേഷൻ ബൈ കോൾഡ് വാട്ടർ ഓർ കൂൾ എയർ. സിക്കിൽകോ അല്ല, നേരത്തെ പറഞ്ഞൊരു മെഡിസിൻ, നേരത്തെ പറഞ്ഞ 3 മെഡിസിൻസ് ഇതിലുണ്ട്. ബിസ്മത്ത് ഇല്ല, ബ്രയോണിയ, നാട്രസ് സൾഫും കോഫിയും പൾസേറ്റിലാണ് കേട്ടോ. നാട്രം സൾഫ്, കോഫിയ, പൾസേറ്റില. ടൂത്തേക്ക് കൂൾ എയറും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നാട്രം സൾഫും കോഫിയും പൾസേറ്റിലാണ് ഓർത്ത് വയ്ക്കുക. കോൾഡ് വാട്ടർ ബാക്കിയെല്ലാം കവർ ചെയ്യും. ടൂത്തേക്ക് റിലീവ്ഡ് ബൈ ഹോൾഡിംഗ് കോൾഡ് വാട്ടർ ഇൻ മൗത്ത് വേഴ്സ് ഫ്രം വാം തിങ്സ് ആൻഡ് ഹീറ്റഡ് റൂം. ടൂത്തേക്ക് റിലീവ് ബൈ ഇതിൽ മെയിൻ ആയിട്ടുള്ള സിംറ്റം വാം തിങ്സും ഹീറ്റ് ഓഫ് റൂമും ടൂത്തേക്ക് കൂട്ടുന്നുള്ളതാണ്, അതായത് എഗ്രിവേഷൻ ഉണ്ടാക്കുന്നുള്ളതാണ്. പൾസേറ്റിൽ കൊടുത്ത സിംറ്റം ആണ് കേട്ടോ ഇത്. വേഴ്സ് ഫ്രം വാം തിങ്സ് ആൻഡ് ഹീറ്റഡ് റൂം. ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ട് നമ്മൾ ബ്രൈയും പൾസും കോഫിയൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല. പൾസേറ്റിലെ സിംറ്റം എങ്ങനെയാണെന്ന് അറിഞ്ഞു വെച്ചിരിക്കണേ. ഹീറ്റഡ് റൂം, ഹീറ്റ് ഓഫ് റൂം ടൂത്തേക്ക് ഉണ്ടാക്കുന്നത് പൾസിലാണ്. ഐബോൾസ് പെയിൻ ആസ് ദേ വുഡ് ബി പുൾഡ് ബാക്ക് ഇൻ ടു ഹെഡ്. ഹെപ്പാർ സൾഫ് ഉണ്ട്, ഒലിയാൻഡർ ഉണ്ട്, ഇത് പാരിസ് ക്വാഡ്രിഫോളിയാന്ന് തോന്നുന്നു. പരരിയ ബ്രേവിന് സിംറ്റംസ് കണ്ടിട്ടില്ല. ഓക്കെ, ഐബോൾ പെയിൻ ആസ് ദേ വുഡ് പുൾ ബാക്ക് ഇൻ ടു ദ ഹെഡ്. ഹെപ്പാർ സൾഫും ഒലിയാൻഡറും പാരിസ് ക്വാഡ്രിഫോളിയ ആയിരിക്കും. കനോട്ട് ബ്രഷ് ഹെയർ, ഹെഡ് ഏക്ക് ഉണ്ടാവും ആസ് ഇഫ് പുള്ളിങ് സ്ട്രിങ് ഫ്രം ഐ ടു ദ ഓസിപിറ്റ്. പാരിസ് ക്വാഡ്രിഫോളിയയിൽ പറഞ്ഞ സിംറ്റം ആണ് കേട്ടോ ഇത്. പുള്ളിങ് സ്ട്രിങ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഐ തൊട്ടിട്ട് ഓസിപിറ്റ് വരെ. ഓക്കെ, നെക്സ്റ്റ് rush of blood to head and left chest. നമ്മൾ പഠിക്കാനുള്ള 2 മെഡിസിൻസ് ഉണ്ട് ഇതിന്റെ ആൻസറിൽ. ഒന്ന് നമ്മളെ ഹെഡേക്ക് ഗ്ലോണൈൻ ഉണ്ട്, പിന്നെ കൽക്കേരി ആർസ്, ഗ്ലോണൈനും അമൈൽ നൈട്രോസും കൂടി, ഈ 3 മെഡിസിൻസ് കൂടിയാണ്. റഷ് ഓഫ് ബ്ലഡ് ടു ഹെഡും ലെഫ്റ്റ് ചെസ്റ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽക്കേരി ആർസ്, അമൈൽ നൈട്രോസും, ഗ്ലോണൈൻ. Head blood seems to pump upward, throbs at every jar, step and pulse. നമ്മളെ ഹെഡേക്ക് മെഡിസിൻ തന്നെയാണ് ആൻസർ, ഗ്ലോണൈൻ തന്നെയാണ് ആൻസർ. ഹെഡ് സീംസ് ടു ബി പംപ് അപ്വേർഡ്സ്, അത് ഹെഡിൽ ബ്ലഡ് സീംസ് ടു ബി പംപ് അപ്വേർഡ് എന്ന് പറഞ്ഞിട്ട് സിംറ്റം ഗ്ലോണൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇന്റൻസ് സർജിങ് ഓഫ് ബ്ലഡ് ടു ഫേസ് ആൻഡ് ഹെഡ്. ബെല്ലുണ്ട്, അമൈൽ നൈട്രോസ്. ഇന്റൻസ് സർജിങ് ഓഫ് ബ്ലഡ് ടു ഫേസ് ആൻഡ് ഹെഡ് പറഞ്ഞിട്ടുള്ളത് അമൈൽ നൈട്രോസും ബെല്ല്, ഗ്ലോണൈൻ. റഷ് ഓഫ് ബ്ലഡ് ടു ഹെഡ് ആൻഡ് ഫേസ് നമ്മൾ പറഞ്ഞ മെഡിസിൻസ് തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു മെഡിസിനും കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബെല്ലുണ്ട്, അമൈൽ നൈട്രോസ് ഉണ്ട്, ഗ്ലോണൈൻ ഉണ്ട്, മെല്ലിലോട്ടസും കൂടി ഉണ്ട് കേട്ടോ. റഷ് ഓഫ് ബ്ലഡ് ടു ഹേസ് ആൻഡ് ഫേസ്, ബെല്ല്, അമൈൽ നൈട്രോസും, ഗ്ലോണൈൻ ആൻഡ് മെല്ലിലോട്ടസ്. എഗ്രിവേഷൻ ലൈങ് ഓൺ പെയിൻഫുൾ സൈഡ്. ഫോസ്ഫറസ്, കാലികാർപ്പ്, എക്കോണൈറ്റ്, ഹെപ്പാസൾഫ് ഉണ്ട് കേട്ടോ.
ഹെപ്പ സൾഫ് കാലികാർബ് അയഡ് ഉണ്ട്. ഹെപ്പ സൾഫ് കാലികാർബ് അയഡും എക്കോണൈറ്റും കൂടി ഉണ്ട് കേട്ടോ. എപ്പിലെപ്സി ഫ്രം വാൽവുലർ ഡിസീസസ് ഓഫ് ഹാർട്ട്. Calcaria-arthritis. Oversensitive physically, mentally, slightest cause irritate him. Heppar. അതെ, ഹെപ്പ സൾഫ് ഭയങ്കര ഓവർ സെൻസിറ്റീവ് ആണ്. സ്ലൈറ്റസ്റ്റ് കോസ് ഇറിറ്റേറ്റ് ഹിം. ഹെപ്പ സൾഫ്. ഡാഷ് ഫോളോ വെൽ ആഫ്റ്റർ കോണിയം ഇൻ ലിംഫാറ്റിക് സോറിക് ആൻഡ് ട്യൂബർക്കുലർ പേഴ്സൺസ്. Dash follow well after corneum in lymphatic, soric and tubercular persons. Heppar sulfur. അല്ല. Calcareous ആണ്. Calcareous follow well after corneum in lymphatic, soric and tubercular persons. Auricular relationship ഞാൻ നോക്കിയിട്ടുണ്ട്. Hurried and rapid talking. Heppar. Self and Merck. Okay. ഇത് കുഞ്ഞു വാവയും കൂടി അല്ലേ. ഹറീഡ് ആൻഡ് റാപ്പിഡ് ടോക്കിംഗ് മെർക്ക് ആൻഡ് ഹെപ്പ സെൽഫ് ആണ്. മെർക്കിൽ കൊടുത്തിട്ടുള്ളതാണ് ഹറീഡ് ആൻഡ് റാപ്പിഡ് ടോക്കിംഗ്. ഹേസ്റ്റി സ്പീച്ച് ആൻഡ് ഹേസ്റ്റി ഡ്രിങ്കിങ് കൊടുത്തിട്ടുള്ളത് Heppar. സെൽഫിൽ. ഓക്കെ. സ്വെറ്റ് പ്രൊഫ്യൂസ്ലി ഡേ ആൻഡ് നൈറ്റ് വിത്തൗട്ട് റിലീഫ്. Heppar. ആണ്. സ്വെറ്റ് ഉണ്ടെങ്കിൽ റിലീഫ് ഇല്ല കേട്ടോ. സെൻസേഷൻ ആസ് ഇഫ് സ്പ്ലിന്റർ, ഫിഷ് ബോൺ ഓർ പ്ലഗ് ഇൻ ത്രോട്ട്. Heppar. Nitric acid. സൈലീഷ്യയിലില്ല. ഹെപ്പ സൾഫ്, അർജിനൈട്രികം, നൈട്രിക് ആസിഡ്. അടുത്തത് സെൻസേഷൻ ഓഫ് സ്പ്ലിന്റർ ഇൻ അഫക്റ്റഡ് പാർട്സ്. അത് അൾസേഴ്സ്, പൈൽസ്, ത്രോട്ട്, ഇൻ ഗ്രോയിങ് ടോണി, എഗ്രിവേഷൻ, സ്ലൈറ്റസ്റ്റ് കോണ്ടാക്ട്. സ്പ്ലിന്റർ എല്ലാവിടെയും ഉണ്ടെന്ന് സ്പ്ലിന്റർ ലൈക്ക് സെൻസേഷൻ എല്ലാവിടെയും ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. എഗ്രിവേഷൻ, സ്ലൈറ്റസ്റ്റ് കോണ്ടാക്റ്റും പറഞ്ഞിട്ടുള്ളത് ഏത് മെഡിസിനിലാണ്? ഹെപ്പ സൾഫ് അല്ല കേട്ടോ. Nitric acid. നൈട്രിക് ആസിഡിലെ സെമിറ്റ് ആണ്. സെൻസേഷൻ ഓഫ് സ്പ്ലിന്റർ ഇൻ ത്രോട്ട് വെൻ സോളോയിങ്. ത്രോട്ടില് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഇതിലാണ് സൈലീഷ്യ വരുന്നത്. ഓക്കെ. അർജുന നൈട്രിക്കം, ഡോളിക്കോസ്, ഹെപ്പ, nitric acid and silesia. A sensation of splintering to throat when swallowing. Arjuna nitricum, dolichos, Hepa sulf, silesia, nitric acid. Pain in throat, worse swallowing, below the right angle of jaw as if splinter were embedded vertically. Keynote ഇല്ലാത്ത ഡ്രഗ് ആണ്. ഇച്ചിങ് വിത്തൗട്ട് ഇറപ്ഷൻ ഏതാ മെഡിസിൻ? ഇച്ചിങ് വിത്തൗട്ട് ഇറപ്ഷൻ. യെസ്, സെയിം മെഡിസിൻ ആണ് ഇത്. ഡോളിക്കോസിലെ സിംറ്റം ആണ് കേട്ടോ. പെയിൻ ഇൻ ത്രോട്ട്, വേഴ്സ് swallowing, below the right angle of jaw as if splinter were embedded vertically സ്പ്ലിന്റർ ജോന്റെ അവിടെ കിടക്കും പോലെ തോന്നും. അതാണ് ഡോളിക്കോസ്. ഓക്കെ. ഡോളിക്കോസിലെ സിംറ്റം ആണ്. ഡോളിക്കോസ് അർജുന നൈട്രിക്കത്തിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഡയറി ഓഫ് ചിൽഡ്രൻ വിത്ത് സവർ സ്മെൽ. നേരത്തെ സ്മെല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മാക്കാർഡ്. ഡയറി ഓഫ് ചിൽഡ്രൻ സവർ സ്മെൽ ആണെങ്കിൽ ഹെപ്പ സൾഫ്, കൽക്കേരിയ, മാക്കാർഡ്. വിനേഗർ ഇൻ ലാർജ് ഡോസസ് ഇസ് ആന്റിഡോട്ടൽ ടു പോയിസണസ് എഫക്ട് ഓഫ് ഡാഷ് മെഡിസിൻ. എക്കോണൈറ്റ് ആണ് കേട്ടോ. വിനേഗർ ഇൻ ലാർജ് ഡോസസ് ഇസ് ആന്റിഡോട്ടൽ ടു പോയിസണസ് എഫക്ട്. എക്കോണൈറ്റ്. ഓക്കെ. Vinegar in large doses is antidote to poisonous effect. At the injury related questions ആണ്. For bad effect of resulting from mechanical injuries even if received years ago. Arnica. Yes, arnicale symptom ആണ്. Years ago ഉള്ള bad effect പറഞ്ഞിട്ടുള്ളത്. Skin unhealthy, slightest injury separate. Hepa. Graphitis. Mugsol. മക്സോൾ ഉണ്ട്. ഗ്രാഫൈറ്റിസ് വരുന്നില്ല. സിമിലർ ഇത് വരുന്നുണ്ട്. അത് ഞാൻ പറയാം.
ഓക്കെ, ഇതില് ബൊറാക്സ് ഉണ്ട്, കലൻറ്റുല ഉണ്ട്, ഹെപ്പാർ ഉണ്ട്, മെർക്ക് ഉണ്ട്, സൈലീഷ്യ ഉണ്ട്. ഓക്കെ, സ്കിൻ അൺഹെൽത്തി, സ്ലൈറ്റസ്റ്റ് ഇഞ്ചുറി സെപ്പറേറ്റ് ബൊറാക്സ്, കലൻറ്റുല, ഹെപ്പാർ, മെർക്ക്, സൈലീഷ്യ. Traumatic affections to ensure union by first intention prevent separation. കലൻഡുല. കലൻറ്റുല. ഓക്കെ, ഫസ്റ്റ് ഇന്റൻഷൻ സെപ്പറേഷൻ ഉള്ള വേർഡ് ഇങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കലൻറ്റുലയിൽ. ട്രോമാറ്റിക് എഫക്ഷൻ സെയിം. Slightest injury causes separation. ഹെപ്പാസൽ. ഹെപ്പാർ ഗ്രാഫ്. Yes, graphitis and merk. ഇതിലാണ് ഗ്രാഫൈറ്റിസ് വന്നിട്ടില്ല. സിംറ്റംസ് ചെറിയ സ്ലൈറ്റ് വേരിയേഷനേ ഉള്ളൂ, അത് നോക്കണം കേട്ടോ. അൺഹെൽത്തി എന്നുള്ള ഒരു ഇത് ഇതിൽ പറഞ്ഞിട്ടില്ല. ഹെപ്പാസൾഫ്, ഗ്രാഫൈറ്റിസ്, മർക്ക് പറയാം. നേരത്തെ ഡോക്ടർ പറഞ്ഞ കൺഫ്യൂഷൻ തീർക്കാനാണ് കേട്ടോ. സ്കിൻ അൺഹെൽത്തി എന്നുള്ള വേർഡ് ഗ്രാഫൈറ്റിസിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ള കീ നോട്ടിൽ. സ്ലൈറ്റസ്റ്റ് ഇഞ്ചുറി കോസസ് സെപ്പറേഷൻ, ഹെപ്പാസൾഫ്, ഗ്രാഫൈറ്റിസ് ആൻഡ് മെർക്ക്. മെർക്കൊക്കെ മറ്റതിൽ വരുന്നുണ്ട്. അടുത്ത തേഴ്സ്റ്റ്, എക്കോണൈറ്റിൽ തേഴ്സ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. തേഴ്സ്റ്റ് ഇന്റൻസ് ആൻഡ് ബേണിംഗ് ഇൻസെറ്റബിൾ ഈവൻ ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ ഡ്രോപ്സി, ഡയബറ്റിസ് ആൻഡ് ക്രോണിക് ഡയറിയ. അസറ്റിക് ആസിഡ്. യെസ്, അസറ്റിക് ആസിഡ് ആണ്. അതിന്റെ കൂടെ ഒരു സിംറ്റം കൊണ്ടുണ്ട്. ഫീവറിന്റെ സമയത്ത് തേഴ്സ്റ്റ് ഇല്ല, ബട്ട് നോട്ട് തേഴ്സ്റ്റ് ഇൻ ഫീവർ. അസറ്റിക് ആസിഡ്. Great thirst for large quantities at long intervals. ബ്രൈ. 3 മെഡിസിൻസ് ഉണ്ട്. ബ്രൈ ഉണ്ട്, പോഡോഫൈലം. പോഡോഫിലം. ആർസല്ല കേട്ടോ. അല്ല, sorry. നമ്മൾ ഇന്നത്തെ മെഡിസിൻ പോഡോഫിലം. എക്കോണൈറ്റ്. Right. ലാർജ് ക്വാണ്ടിറ്റീസ് അല്ലേ അത്? ലാർജ് ക്വാണ്ടിറ്റീസ് എക്കോണൈറ്റ്, ബ്രൈ ആൻഡ് പോഡോഫൈലം. ഓക്കെ, ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ ലോങ് ഇന്റർവൽ എക്കോണൈറ്റ്, ബ്രൈ ആൻഡ് പോഡോഫൈലം. Great thirst for cold water, drinks but often little at a time. ആർസ്. Yes, arsalba ആണ്. Unquenchable thirst of very cold water and acid drinks. Acid drinks. Purging, vomiting, cholera ഒക്കെ പറയുന്ന മെഡിസിൻ. വെറൈട്രമാൽബം. Okay, unquenchable thirst for cold water and acid drinks എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈട്രമാൽബം. അടുത്തത് ബേണിംഗ് തേഴ്സ്റ്റ് വിത്തൗട്ട് എ സ്പെഷ്യൽ ഡിസയർ ടു ഡ്രിങ്ക്. നമ്മൾ സിപ്പിസിപ്പായിട്ട് കൊടുക്കുന്ന മെഡിസിൻ ഉണ്ട്, അതിന്റെ കൂടെ വേറൊരു മെഡിസിൻ കൂടി ഉണ്ട്. ആർസാൽബിൻ സാനിക്കുലയാണ് കേട്ടോ. ബേണിംഗ് തേഴ്സ്റ്റ് വിത്തൗട്ട് എ സ്പെഷ്യൽ ഡിസയർ ടു ഡ്രിങ്ക്, ആർസൻ സാനിക്കുല. സവർ സ്മെൽ ഓഫ് ഹോൾ ബോഡി, ചൈൽഡ് സ്മെൽ സവർ ഈവൻ ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ബാത്തിങ്. റിയം. റിയം. ഒന്നും കൂടി. സൾഫ്യൂരിക് ആസിഡ്. അല്ല, അമോണിയം. മേക്കാർബും ഹെപ്പാസൾഫും. ഓക്കെ, ഹെപ്പാസൾഫിലുണ്ട്, റിയത്തിലുണ്ട്. സവർ സ്മെൽ ഓഫ് ഹോൾ ബോഡി, ചൈൽഡ് സ്മെൽസ്. റിയ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതിൻ്റെ കൂടെ മേക്കാർബും ഹെപ്പാസൾഫും ഓർത്ത് വയ്ക്കുക. ബ്രാക്കറ്റിൽ വരുന്ന മെഡിസിൻസ് ആണ്. ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവും. ആസിഡിറ്റി ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട്, സവർ ഇറക്ടേഷൻ, സവർ വോമിറ്റിംഗ്, സവർ സ്റ്റൂൾ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഏതിലാണ്? ബിസ്മത്ത്. അല്ല, സവർ കൽക്കേരിയാണ് കേട്ടോ. acidity of digestive tract, sour irritation, sour vomiting, sour stool. നമ്മൾ ഹെപ്പാസൾഫും അല്ലെങ്കിൽ എന്താ പറയുക റിയും ഒക്കെയാണ് മേക്കാർബ് ഒക്കെയാണ് ആലോചിക്കുക. കൽക്കേരിയാണ്. സവർ ഓർഡർ ഓഫ് ഹോൾ ബോഡി, കാൽക്കേരിയ, ഹെപ്പാറിനുണ്ട്, റിയത്തിനുണ്ട്. സവർ ഓർഡർ ഓഫ് ഹോൾ ബോഡി, കൽക്കേരിയ, ഹെപ്പാർ ആൻഡ് റിയം. ക്ലേ കളേർഡ് സ്റ്റൂൾ, പോഡോഫില്ലം. പോഡോഫൈലത്തിനുണ്ട്. നമ്മുടെ മെഡിസിൻ ഹെപ്പാസൾഫും കൽക്കേരിയും പോഡോഫൈലാണ്. ക്ലേ കളേർഡ് സ്റ്റൂള്. ഇങ്ങനെ ഒരു സെന്റൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല, എന്നാലും കമ്പാരിസൺ ഓർത്ത് വെക്കുക. ഹെപ്പാസൾഫ്, കൽക്കേരിയ, പോഡോഫൈൽ. 2-3 സെന്റൻസ് ഒക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ വേറെ തരത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക.
ആസിഡ്സ് വൈൻ കോഫി ലെമണേഡ് ആസിഡ് ഫ്രൂട്ട്സ് ഒക്കെ ആക്ഷൻ മോഡിഫൈ ചെയ്യും. ഏതാ മെഡിസിൻ? അതായത് ഈ മെഡിസിൻ കൊടുക്കാൻ നമ്മളിതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണം. അങ്ങനെയും പറയാൻ വേണമെങ്കിൽ. ആസിഡ്സ് വൈൻ കോഫി ലെമണേഡ് ആൻഡ് ആസിഡ് ഫ്രൂട്ട്സ് മോഡിഫൈ ഇറ്റ്സ് ആക്ഷൻ. നമ്മളെ ആൻസൈറ്റി മെഡിസിൻ എക്കോണൈറ്റ്. ഓക്കെ. Acids, wine, coffee, lemonade, acid fruits modifies its action. Aconite. Child gets sick in evening when sitting before an open coal fire, falling asleep there. Gluonine. Okay. Fire related questions. Gluonine. Cough when any part of the body is uncovered. Hepar. Hepar self. Restox. Cough when any part of the body is uncovered. Hepar self and Rextox. Okay. Any part of the body is uncovered. Hepar self and Rextox. Cough from exposure to dry west wind or land wind എന്നൊക്കെ പറയുകയാണെങ്കിൽ Aconite. യെസ് ഹെപ്പർ സെൽഫ് ഉണ്ട്, എക്കോണൈറ്റ് ഉണ്ട്. കഫ് ആൻഡ് എക്സ്പോസ് ടു ഡ്രൈ വെസ്റ്റ് വിൻഡ് ആൻഡ് ലാൻഡ് വിൻഡ്. അടുത്ത ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള മൊഡാലിറ്റീസ് ആണ്. മസ്റ്റ് ബെൻഡ് ഹെഡ് ബാക്ക് ആൻഡ് സിറ്റ് അപ്പ്. സെൽഫ് ആണ് കേട്ടോ. ഹെഡ് ബാക്കിലേക്കായിട്ട് ചെയ്യേണ്ടത് ഹെപ്പർ സെൽഫിന്റെ ആണ്. നെക്സ്റ്റ് എമിലറേഷൻ ബൈ റോക്കിംഗ് ആണെങ്കിൽ കാലികാർബ് ആണ് എമിലറേഷൻ ബൈ റോക്കിംഗ്. എമിലറേഷൻ ലൈങ് ഡൗൺ കീപ്പിംഗ് ആം സ്പ്രെഡ് അപ്പാർട്ട്. സോറിനാണ്. ലൈങ് ഓൺ ഫേസ് പ്രൊട്രൂഡിംഗ് ടങ്. മെഡോറിന. ഓക്കെ. ആംസ് സ്പ്രെഡ് ആണ് സൊറൈന്. ടങ് പുറത്തോട്ടിടുന്നുണ്ടെങ്കിൽ മെഡോറിന. രണ്ടുപേരും കിടന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അടുത്തത് എഗ്രിവേഷൻ ബെൻഡിങ് ഫോർവേഡ് ആണെങ്കിൽ ആർസെൻഡൽ. സോറി, സൈജീലിയാണ് കേട്ടോ. എഗ്രിവേഷൻ ബെൻഡിങ് ഫോർവേഡ്. അടുത്തത് എമിലറേഷൻ ഫ്രം മോഷൻ. സെപ്പിയും ലൊബീലിയും. ആസ്മ എമിലറേഷൻ ഫ്രം മോഷൻ സെപ്പിയ ഉണ്ട്, ഡാൻസിങ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ലൊബീലിയ ആൻഡ് സെപ്പിയ. ക്യാൻ ബ്രീത്ത് ഓൺലി വെൻ സ്റ്റാൻഡിങ്. നമ്മൾ ഈ റോഡും കാര്യങ്ങളൊക്കെ യൂറിനറി സിംറ്റം ഉണ്ട് തോന്നുന്നു സ്പെഷ്യൽ ആയിട്ട് പറയണേ. കനാബിസ് സറ്റൈവയാണ് കേട്ടോ. ക്യാൻ ബ്രീത്ത് ഓൺലി വെൻ സ്റ്റാൻഡിങ്. എമിലറേഷൻ നീ എൽബോ പൊസിഷൻ. മെഡോറിന. ബെൻഡിങ് ഷോൾഡർ ബാക്ക് ആണെങ്കിൽ ഷോൾഡർ ബാക്കോട്ട് ആണ് കൽക്കേരിയ കാർബും. ഷോൾഡർ എലിവേറ്റഡ് ആണെങ്കിൽ കാക്ടസും. ഓക്കെ. എമിലറേഷൻ ലൈങ് ഓൺ റൈറ്റ് സൈഡ്. എമിലറേഷൻ ലൈങ് ഓൺ റൈറ്റ് സൈഡ് ആന്റിയൻ ടാർട്ട് ആണ്. അഗ്രവേഷൻ ലൈങ് വിത്ത് ഹെഡ് ലോ അമോണിയം മ്യൂറും സ്പോഞ്ചി ആണ്. എമിലറേഷൻ ലൈങ് ഓൺ ബാക്ക് അസറ്റിക് ആസിഡ്, കാക്ടസും കാൽമിയാണ്. ഓക്കെ. അഗ്രവേഷൻ ലീനിങ് ബാക്ക്വേർഡ് സൊറൈനാണ്. ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ആസ്മ ഏതൊക്കെ ഡ്രഗ്സിൽ അവയൊക്കെ കമ്പയർ ചെയ്യട്ടോ. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും. പെട്ടെന്ന് ഞാൻ ഓടിച്ചു വിട്ടെന്ന് വിചാരിക്കണ്ട, ഓൾറെഡി 9 മണി ആയി. Skin is very sensitive to touch, cannot wear even clothes to touch the affected parts. Skin is very sensitive to touch, cannot wear even clothes to touch the affected parts. റിപ്പീറ്റ് ചെയ്യണം ഒന്നുകൂടി, സ്പീഡായി പോയോ? ഞാൻ വായിക്കാം, ആൻസർ ചോദിക്കുന്നില്ല. മസ്റ്റ് ബെൻഡ് ഹെഡ് ബാക്ക് ആൻഡ് സിറ്റ് അപ്പ് നമുക്ക് പഠിക്കാനുള്ള മെഡിസിൻ ഹെപ്പസൾഫ് ആണ്. നെക്സ്റ്റ് റോക്കിംഗ് ആണെങ്കിൽ കാലികാർബ്. ലൈങ് ഡൗൺ ആംസ് സ്പ്രെഡ് ആണെങ്കിൽ സൊറൈന. ദെൻ ടങ് ലൈങ് ഓൺ ഫേസ് പ്രൊട്രൂഡിംഗ് ടങ് ആണെങ്കിൽ മെഡോറിന. ബെൻഡിങ് ഫോർവേഡ് ആണെങ്കിൽ സ്പൈറ്റീലിയ. എമിലറേഷൻ ഫ്രം മോഷൻ ആണെങ്കിൽ ലൊബീലിയ, സെപ്പിയ.
Can breathe only when standing, cannabis sativa. Amelration knee elbow, medorinum. Bending shoulder back, calcareous carb. Shoulder elevated, cactus. Okay, then asthma related. Lying on right side, antium tart. Aggravation lying head to low, ammonium mure, spongia. Amelration lying on back, cactus, calmi. Okay. ഏതെങ്കിലും ഡ്രഗ്സ് വരുമ്പോൾ ഞാൻ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കും പഠിച്ചോളൂ. അഗ്രിവേഷൻ ലീനിങ് ബാക്ക്വേർഡ് സ്വർണം. ഇത്രയാണ് ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇന്ന് കുറച്ച് സ്പീഡായിരുന്നു, കുറച്ചധികം സ്ലൈഡുള്ളത് കൊണ്ടാണ്. ഇന്ന് നമുക്ക് പറയാൻ പോകുന്ന ബുക്ക് കഴിഞ്ഞില്ലേ, സോറി. ന്യൂറാൾജി ഉണ്ട്. ട്രൈജമൽ റീജിയനിൽ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഫേസ് റെഡ് ഹോട്ട് റെസ്റ്റ്ലെസ്നെസ് ആംഗ്വിഷ് ആൻഡ് സ്ക്രീനിങ്. ഇതിൽ ലെഫ്റ്റ് സൈഡ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ലെഫ്റ്റ് സൈഡ് ട്രൈജമൽ ന്യൂറാൾജി വരികയാണെങ്കിൽ എക്കോണൈറ്റ് ചിന്തിക്കും. അപ്പൊ ഇന്ന് പഠിക്കാനുള്ള ബുക്ക് സൈക്ലോപീഡിയ ഓഫ് ഡ്രഗ് പാത്തോജനസി. ആരാണ് എഴുതിയത്? ഹ്യൂഗ്സ് ഇല്ലേ, റിച്ചാർഡ് ഹ്യൂഗ്സ് ആൻഡ് JP ഡേക്ക് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. സൈക്ലോപീഡിയ ഓഫ് ഡ്രഗ് പാത്തോജൻസ് ഈസ് ഇഷ്യൂഡ് അണ്ടർ, അത് ബ്രിട്ടീഷ് ഹോമിയോപ്പത്തിക് സൊസൈറ്റിയും അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി അങ്ങനെ കുറെ പേര് ചേർന്നിട്ട് എഡിറ്റ് ചെയ്യാൻ റിച്ചാർഡ് ഹ്യൂഗ്സിന്റെ കയ്യിൽ കൊടുക്കുന്നൊക്കെയാണ്. ഒരു കമ്മിറ്റി ഒക്കെ കൂടിയിട്ട് JP ഡേക്സും അവർ കൂടിയിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. എഡിറ്റഡ് ബൈ, ആക്ച്വലി അയാൾ എഴുതിയതല്ല, എഡിറ്റ് ചെയ്ത് കുറെ കൂട്ടിച്ചേർത്താണ്. നമ്മൾ പഠിക്കുന്നത് ഓദർ എന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് ഹ്യൂഗ്സും JP ഡേക്സും ആണ്. ഇതിന് 4 വോളിയാണ് ഉള്ളത്, 304. ഇത് 304 ഡ്രഗ്സ് ഉണ്ട്. ഓക്കെ, വോളിയം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വേണ്ടി വരില്ല. 4 വോളിയം ഉണ്ടെന്ന് ആലോചിച്ച് വയ്ക്കുക. ഫസ്റ്റ് വോളിയം പബ്ലിഷ് ചെയ്തത് 1886 ആണ്. എത്ര ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ എഡിഷൻ 1979 സൈക്ലോപീഡിയ ഓഫ് ഡ്രഗ് പാത്തോജനസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റഡ് ബൈ ഓദർ റിച്ചാർഡ് ഹ്യൂഗ്സ് ആൻഡ് JP ഡേക്സ് ആണ്. 4 വോളിയാണ് ഉള്ളത്. 304 ഡ്രഗ്സ് ആണ്. 1886 ആണ്. ഓക്കെ, ഞാൻ ഇന്നത്തെ ബുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ മെഡിസിൻസ് ആണ് കേട്ടോ. ഹൈഡ്രാസ്റ്റിസ്, ആക്ടിയ, കാർബോവിച്ച്, കൊക്ക, വരട്ടും ഗ്രൂപ്പിലിടും. ജസ്റ്റ് സ്ലൈഡിൽ വെച്ചോളൂ. നമുക്ക് ഫാമിലിയിലേക്ക് പോവാം. ബാക്കി എല്ലാ മെഡിസിൻസും നമ്മൾ മിനറൽ കിങ്ഡം റിലേറ്റഡ് ആയിട്ട് വരുന്ന മെഡിസിൻസ് ആണ്. അതുകൊണ്ട് ആ ഫാമിലിയിലെ മെഡിസിൻസ് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്തിട്ടില്ല. എക്കോണൈറ്റത്തിന്റെ മെഡിസിൻസ് മാത്രം ഫാമിലി മാത്രം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. റനൻക്ലേഷ്യ ഫാമിലിയാണ്. എക്കോണൈറ്റ് ഉണ്ട്, ആക്ടിയ ഉണ്ട്. എക്കോണൈറ്റത്തിന് തന്നെ കുറെ വേരിയന്റ് ഉണ്ട്. നിങ്ങൾ എക്കോണൈറ്റ് ഓർത്ത് വയ്ക്കുക. ആക്ടിയ, റെസിമോസിയം, സ്പൈക്കേറ്റും, അഡോണിസ്, കാൽത്ത ഓർത്ത് വയ്ക്കുന്ന നിർബന്ധമില്ല. ക്ലമാറ്റിസ്, ഹെലിബോറസ്, ഹൈഡ്രാസ്റ്റിസ്, പൈനിയ, പൾസേറ്റില, റനാങ്കുലസ്, സ്റ്റാഫി. ഇത്രയും മെഡിസിൻസ് ആണ് റനൻക്ലേഷ്യ ഫാമിലിയിൽ വരുന്നത്. എക്കോണൈറ്റ്, ആക്ടിയ, റെസിമോസ്, ആക്ടിയ 2, അഡോണിസ്, ക്ലമാറ്റിസ്, ഹെലിബോറസ്, ഹൈഡ്രാസ്റ്റിസ്, പൈനിയ, പൾസേറ്റില, റനാങ്കുലസ് ആൻഡ് സ്റ്റാഫിസാഗ്രിയ. ഓക്കെ, ഇത്രയും മെഡിസിൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ 5 ഡ്രഗ്സിലെ ഫാമിലിയിൽ വരുന്നത്.